നമസ്കാരം. എല്ലാവർക്കും വസുദൈവ കുടുംബകം ഓൾ ഇസ് വെൽ എന്നെൻ്റെ ഫാമിലിയിലേക്ക് സ്വാഗതം. ഇതിപ്പോൾ നമ്മുടെ ഫാമിലിയാണ് കേട്ടോ. എൻ്റെ ഫാമിലി എന്ന് ഞാൻ പറയുന്നില്ല, ഇത് നമ്മുടെ ഫാമിലിയാണ്. അപ്പോൾ ഒരുപാട് പേര് ഇന്നലെ സബ്സ്ക്രൈബ് ചെയ്തു. ഒത്തിരി നന്ദിയുണ്ട് എല്ലാവർക്കും. എന്നെ കേൾക്കാൻ കാണിച്ച മനസ്സിന് ഒത്തിരി നന്ദിയുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഏകാദശിയെക്കുറിച്ച് സംസാരിക്കാനാണ്. അപ്പോൾ നമുക്കറിയാം, ഒരു വർഷത്തിൽ 24 ഏകാദശിയുണ്ട്. ഓരോ മാസത്തിലും 2 ഏകാദശി വെച്ച് 24 ഏകാദശിയുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനം എന്ന് എല്ലാവരും പറയുന്നത് ഗുരുവായൂർ ഏകാദശിയാണ്. പക്ഷേ എല്ലാ ഏകാദശിക്കും തുല്യ പ്രാധാന്യം ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. എല്ലാം ഭഗവാന് സമർപ്പിക്കുന്ന നമ്മുടെ സമർപ്പണ മനോഭാവമാണ്. അപ്പോൾ അതേപോലെ തന്നെ ഗുരുവായൂർ ഏകാദശി എന്ന് പറയുന്നത് മോക്ഷദ ഏകാദശി എന്ന് പറയുന്നുണ്ട്. അതായത് ഏകാദശി എന്ന് പറയുന്നത് എന്താണ്, ഏകാദശി അനുഷ്ഠിച്ചാലുള്ള ഗുണങ്ങൾ എന്താണ്, അതൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ പണ്ടുള്ള ആചാര്യന്മാർ പറയുന്നതല്ല, പണ്ട് നമ്മളിപ്പോൾ ഓരോ ഗ്രന്ഥങ്ങൾ വായിക്കുമല്ലോ, ഭഗവത്ഗീത, ഭാഗവതം, അങ്ങനെ ഓരോ ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോൾ അതിലെല്ലാം ഫലശ്രുതിയെ പറ്റി പറയുന്നുണ്ട്. ഓരോ ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോഴും അത് വായിച്ചാൽ നമുക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പറയുന്നുണ്ട്. അപ്പോൾ സാധാരണഗതിയിൽ നമ്മളെന്താ ചെയ്യുക, എന്ത് ചെയ്യുമ്പോഴും നമുക്കതിൽ നിന്ന് എന്ത് ഫലമാണ് കിട്ടണമെന്നാണ് നമ്മൾ ആദ്യം അന്വേഷിക്കുക. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് എന്നാലെങ്കിൽ അത് ആചരിക്കട്ടെ എന്ന് കരുതിയിട്ട് ആചാര്യന്മാർ ഓരോന്നിനും ഓരോ ഫലശ്രുതി പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഏകാദശിക്കും ഒരുപാട് ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിനായാലും മനസ്സിലായാലും നമ്മുടെ ആത്മീയ തലത്തിലാണെങ്കിലും ഒത്തിരി ഗുണങ്ങൾ അല്ലെങ്കിൽ മാറ്റങ്ങൾ വരുത്താനായിട്ട് സഹായകമാവുന്ന ഒന്നാണ് ഏകാദശി. അപ്പോൾ ഏകാദശിയെക്കുറിച്ചിട്ട് നമുക്കറിയാം, ബ്രഹ്മവൈവർത്ത പുരാണത്തിൽ, ഭവിഷ്യ പുരാണത്തിലെല്ലാം പറയുന്നുണ്ട് എങ്ങനെയാണ് ഏകാദശി അനുഷ്ഠിക്കേണ്ടത്, എന്താണ് ഏകാദശി എങ്ങനെയാണ് അനുഷ്ഠിക്കേണ്ടത്. സാധാരണഗതിയിൽ നമ്മൾ ദശമി മുതലാണ് ഏകാദശി അനുഷ്ഠിക്കേണ്ടത്. ദശമി, ഏകാദശി, ദ്വാദശി, ഈ 3 ദിവസങ്ങളിലായിട്ടാണ് നമ്മൾ ഏകാദശി അനുഷ്ഠിക്കേണ്ടത്. സത്യത്തിൽ ഏകാദശി അനുഷ്ഠിക്കുന്നത് വഴി നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ശരീരം, നമുക്കറിയാം 24 hours നമ്മുടെ ശരീരം വർക്കിംഗ് ആണ്. നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസ് എല്ലാം വർക്കിംഗ് ആണ്. നമ്മൾ വിശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും ആ സമയത്തും നമ്മുടെ ശരീരം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്കും ഒരു റെസ്റ്റ് വേണം അല്ലേ. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അതിനെ ദഹിപ്പിക്കാൻ തന്നെ ഒരുപാട് പ്രോസസ്സ് നമ്മുടെ ഉള്ളിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നും ഒക്കെ കുറച്ച് വിഡ്രോ ചെയ്ത് നമ്മൾ കുറച്ച് നമ്മുടെ ഭക്ഷണത്തേക്ക് ഒന്ന് ക്രമീകരിച്ച് നമ്മുടെ ശരീരത്തിന് ഒരല്പം ഒരു വിശ്രമാവസ്ഥ കൊടുക്കുക എന്നുള്ളതും ഇതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഡയറക്റ്റായിട്ട് ഇപ്പോൾ ഏകാദശിയുടെ അന്ന് തന്നെ ഒരു ദിവസം ഓടിപ്പോയിട്ട് നമ്മൾ വ്രതം അനുഷ്ഠിക്കുക എന്ന് പറഞ്ഞാൽ അത് ഇത്രയും നാൾ നമ്മൾ അനുഷ്ഠിച്ച് വന്നിരുന്ന അല്ലെങ്കിൽ നമ്മുടെ ജീവിതചര്യനെ വളരെയധികം ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ദശമി ദിവസം മുതൽ തുടങ്ങും. ഇപ്പോൾ നോൺ വെജൊക്കെ കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ദശമി, ഏകാദശി, ദ്വാദശി ദിവസങ്ങളിൽ നോൺ വെജ് കഴിക്കാതിരിക്കുക. ദശമി ദിവസത്തിൽ ഒരു നേരം മാത്രം അരിയാഹാരം കഴിക്കാൻ ശ്രമിക്കുക. ഏകാദശിയിൽ പൂർണ്ണമായിട്ടുള്ള ഉപവാസമാണ് പറയുന്നത്. എങ്കിൽ പോലും ഓരോരുത്തരുടെയും ശരീരത്തിൻ്റെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് നമുക്ക് അതിനനുസരിച്ച് ചിട്ടപ്പെടുത്താം, ക്രമീകരിക്കാവുന്നതാണ്. അതായത് ചിലർ ഒന്നും കഴിക്കാതെ ഏകാദശി എടുക്കുന്നുണ്ട്, ചിലർ വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് ഏകാദശി എടുക്കുന്നുണ്ട്, ചിലർ ഫ്രൂട്ട്സ്, ഇപ്പോൾ അത് പറ്റാത്തവരാണ്, വെള്ളം മാത്രം കുടിച്ചാൽ എനിക്ക് സാധിക്കില്ല എന്നുള്ളവരാണെങ്കിൽ ഫ്രൂട്ട്സ് മാത്രം കഴിച്ചിട്ട് ഏകാദശി എടുക്കാം. ചിലർ കിഴങ്ങുകൾ കഴിക്കാറുണ്ട്. അപ്പോൾ അരിയാഹാരം അല്ലെങ്കിൽ ധാന്യങ്ങൾ അത് പൂർണ്ണമായിട്ടും വർജിക്കണം എന്നാണ് പറയുന്നത്. പക്ഷേ ഗുരുവായൂർ ഏകാദശിക്ക് നമുക്കറിയാമല്ലേ, അവിടെ ഊട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല കേട്ടോ. സാധാരണഗതിയിൽ ആചാര്യന്മാർ പറയുന്നത് ഇങ്ങനെയാണ്, ഏകാദശി ദിവസം പൂർണ്ണമായിട്ടും ഉപവസിക്കണം എന്നാണ് പറയുന്നത്. പക്ഷേ നമുക്കറിയാം, നമ്മുടെ ശരീരത്തിനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. കാരണം ഈ ശരീരത്തിന് ആരോഗ്യം ഉണ്ടെങ്കിലാണ് ഇതിനുള്ളിലിരിക്കുന്ന ആത്മാവായാലും മനസ്സായാലും അതിന് വേണ്ടതുപോലെ പ്രവർത്തിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ നമ്മൾ മോക്ഷത്തിലേക്കാണ് എടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ അറിവ് ആഗ്രഹിച്ചിട്ടാണ് എടുക്കുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് ഏകാദശി എടുക്കുന്നതെങ്കിൽ പോലും നമുക്കൊരു സമർപ്പണ ഭാവം ഉണ്ടാവണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ നിയന്ത്രിച്ച് നിർത്താൻ സാധിക്കണമെങ്കിൽ നമ്മുടെ ശരീരത്തിനും കൂടി ആരോഗ്യം വേണം. അപ്പോൾ ആ ശരീരത്തിൻ്റെ ആരോഗ്യത്തെ നശിപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ തീരെ ഭക്ഷണം കഴിക്കാതിരുന്നാൽ തലവേദനിക്കുന്നവരുണ്ടായിരിക്കും, ക്ഷീണം കൊണ്ട് കിടക്കുന്നവരുണ്ടായിരിക്കും, മൈഗ്രെയിൻ പോലെയുള്ള പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നവരുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ പരിപൂർണമായിട്ടും ഉപവസിച്ചുകൊണ്ട് എടുക്കണം എന്ന് പറയുന്നില്ല. നമ്മളെക്കൊണ്ട് സാധിക്കുന്ന തരത്തിൽ. അതുപോലെ ഒരുപാട് മരുന്നുകൾ കഴിക്കുന്നവരുണ്ടായിരിക്കും.
അപ്പോൾ അങ്ങനെയുള്ളവർ ഇതൊന്നും ഒന്നും കഴിക്കാതെ ഉപവസിച്ചുകൊണ്ട് തന്നെ വ്രതം അനുഷ്ഠിക്കണം എന്ന് കരുതി അങ്ങനെ ആ ഒരു സ്ട്രിക്റ്റ് റൂള് ഫോളോ ചെയ്യരുത്. നമ്മുടെ ശരീരം എന്താണെന്നും എങ്ങനെയാണെന്നും നമുക്കാണ് അറിയുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ശരീരത്തിൻ്റെ ഒരു കംഫർട്ടും കൂടെ കൺസിഡർ ചെയ്തുകൊണ്ട് നമുക്കതിനനുസരിച്ചിട്ട് വ്രതം എടുക്കാം. പക്ഷെ ഇതിനേക്കാളൊക്കെ ഉപരിയായിട്ട് എന്താണ്, ഭഗവാനിൽ മനസ്സ് സമർപ്പിക്കുക എന്നുള്ളതാണ്. കഴിയുന്നത്ര നാമം ജപിക്കുക, നമ്മുടെ ചിന്തകൾ ഭഗവാനിലേക്ക് കൊണ്ടുവരിക, കഴിയുന്നത്ര അത്തരം കാര്യങ്ങളിലേക്ക് മനസ്സിനെ വ്യാപൃതരാക്കുക എന്നുള്ളതിനാണ് ഏറ്റവും പ്രധാനം. അതിനൊക്കെ സാധിക്കുമെങ്കിൽ ഭക്ഷണം നമുക്ക് കഴിയുന്നത് പോലെ മാറ്റി നിർത്തുകയാണെങ്കിൽ അത് കുറച്ചുകൂടെ നന്നായിരിക്കും. അതായത് പരിപൂർണമായിട്ടും ഉപവസിക്കണം എന്നില്ല. ഫ്രൂട്ട്സോ പാലോ വെള്ളമോ അങ്ങനെയൊക്കെ കുടിച്ചുകൊണ്ട് നമുക്ക് വ്രതം അനുഷ്ഠിക്കാവുന്നതാണ്. അപ്പോൾ ഏകാദശി നാളിൽ ഏറ്റവും പ്രധാനമായിട്ട് ചിന്തിക്കുന്നത് ഭക്ഷണത്തെക്കുറിച്ചിട്ടാണ് അല്ലേ? പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ മനസ്സ് ഭഗവാനിൽ സമർപ്പിതമായിരിക്കണം. നമുക്ക് കഴിയുന്നത്ര നാമം ജപിക്കാൻ കഴിയണം, സച്ചിന്തകൾ ഉണ്ടായിരിക്കണം, നമ്മുടെ കർമ്മങ്ങൾ ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുക. അപ്പം ഇത്തരം കാര്യങ്ങൾക്കൊക്കെയാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം. അതോടൊപ്പം തന്നെ പ്രാധാന്യം നമ്മുടെ സ്വഭാവത്തെയും നമ്മുടെ ബുദ്ധിയെയും ഒക്കെ സ്വാധീനിക്കുന്നുണ്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം. അപ്പോൾ സാത്വികമായിട്ടുള്ള ഭക്ഷണങ്ങൾ ഈ 3 ദിവസങ്ങളിൽ കഴിക്കാൻ ശ്രമിക്കുക. തീരെ ഉപവസിക്കാൻ പറ്റാത്തവരാണെങ്കിൽ ഏകാദശിക്ക് നമുക്ക് കഴിയുന്നത് പോലെയുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിച്ചുകൊണ്ട്, അതായത് കിഴങ്ങ് പോലെയുള്ള അല്ലെങ്കിൽ ഫ്രൂട്ട്സ് കഴിച്ചുകൊണ്ട് പാല് കുടിച്ചുകൊണ്ട് അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഏകാദശി വ്രതം അനുഷ്ഠിക്കാം. അപ്പോൾ ഈ ഭക്ഷണത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും, ശരീരത്തിനെ മാത്രമല്ല മനസ്സിനെ പോലും ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് ഭക്ഷണത്തിന് കഴിയുന്നുണ്ട്. അതായത് നമ്മൾ ഇന്നിപ്പോൾ കഴിക്കുന്ന ഭക്ഷണമാണെങ്കിൽ അത് 2-3 ദിവസത്തിനുള്ളിലൊക്കെയാണ് അതിൻ്റെ റിഫ്ലക്ഷൻ. നമുക്കറിയാലോ, നമ്മുടെ ഒരു 7 ലെയേഴ്സ് ഉണ്ട്. ഇപ്പം ജ്ഞാനകോശം, വിജ്ഞാനകോശം എന്നൊക്കെ പറയുന്ന മനോമയ കോശം, അങ്ങനെ നമ്മുടെ ഒരു 7 ലെയേഴ്സിനെ പറ്റി പറയുന്നുണ്ടല്ലോ. അപ്പോൾ അവിടേക്കൊക്കെ അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ എത്തുന്നത് ഒരു 2-3 ഡേയ്സിനുള്ളിലൊക്കെ ആയിരിക്കും. അപ്പോൾ ഈ ഏകാദശി കഴിഞ്ഞിട്ട് വരുന്നത് ഒരു 3 ദിവസം കഴിഞ്ഞാലാണ് വാവ് വരുന്നത്. അപ്പോൾ ഈ വാവ് ദിവസത്തെ പ്രത്യേകത എന്താ? നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയൊക്കെ ഒരുപാട് ഈ ചന്ദ്രൻ്റെ മാറ്റങ്ങൾ നമ്മൾ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്നുള്ളതറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം സാത്വികമായിട്ടുള്ള ഭക്ഷണമാണെങ്കിൽ അത് ഒരുപാടൊന്നും നമ്മുടെ മനസ്സിനെയോ ശരീരത്തിനെയോ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതായത് നമ്മുടെ ഈ വാവ് ദിവസങ്ങളിൽ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ നടക്കുന്നുണ്ട്. മാറ്റങ്ങളെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ ഈ മൂഡ് സ്വിങ്സ് ഉള്ളവരുണ്ട്, അതുപോലെ ഇമോഷണലായിട്ട് നമുക്കൊരു സ്റ്റെബിലിറ്റി ഇല്ലാണ്ടിരിക്കുക. അപ്പോൾ ചില ആളുകളുടെ പ്രത്യേകതയാണ്, എല്ലാവർക്കും ഒരുപോലെ ആവണം എന്നില്ല. അപ്പോൾ അങ്ങനെ ഒത്തിരി മാറ്റങ്ങൾ പ്രകൃതിയിൽ നടക്കുന്നുണ്ട്, മനുഷ്യനിൽ നടക്കുന്നു. ഗ്രാവിറ്റേഷണൽ ഇൻഫ്ലുവൻസ്, അതുപോലെ ടൈഡൽ ഫോഴ്സ് കൂടും, പിന്നെ അതുപോലെ ഭൂമിയുടെ തന്നെ മാഗ്നറ്റിക് ഫീൽഡിൽ വേരിയേഷൻസ് ഉണ്ടായിരിക്കും. നമ്മുടെ ബോഡീനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെലറ്റോണിൻ അത് ഇൻക്രീസ് ചെയ്യും എന്നാണ് പറയുന്നത്. പിന്നെ അതുപോലെ ഈ സ്ട്രെസ് ഹോർമോണായിട്ടുള്ള കോർട്ടിസോൾ, അതിൻ്റെ ഫ്ലക്ച്വേഷൻസ് ഉണ്ടായിരിക്കും. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഈ വാവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ശരീരത്തിലും പ്രകൃതിയിലൊക്കെ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അപ്പം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനെ നമ്മൾ സ്വയം നിയന്ത്രിക്കുകയാണെങ്കിൽ, ഈ ഏകാദശി പോലെയുള്ള വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നത് വഴി നമ്മൾ നമ്മുടെ ഭക്ഷണത്തെ നിയന്ത്രിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? അപ്പോൾ ഇതിനൊക്കെ നമുക്ക് ഒരു പരിധി വരെയൊക്കെ നമുക്ക് അതുമായിട്ട് പൊരുത്തപ്പെട്ട് പോകാനും, അതുപോലെ ഒരുപാട് മോശമായിട്ട് അങ്ങനെയുള്ളൊരു ഇൻഫ്ലുവൻസ് ഒന്നും നമ്മുടെ ശരീരത്തിൽ വരുത്താതിരിക്കാനൊക്കെ നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പം നമ്മൾ പോലും അറിയാതെ നമ്മുടെ ആചാര്യന്മാർ നമ്മുടെ ശരീരത്തിനും മനസ്സിനൊക്കെ ഒരുപാട് ഗുണങ്ങൾ കിട്ടുന്ന തരത്തിൽ ഓരോ ചിട്ടകളും ഓരോ അനുഷ്ഠാനങ്ങൾ കൊണ്ടൊക്കെ ഓരോന്ന് ചിട്ടപ്പെടുത്തി വെച്ചിട്ടുള്ളത് അതിന് വേണ്ടിയിട്ടാണ്. ഇതൊക്കെ ഈ മാറ്റങ്ങളെ കുറിച്ചൊക്കെ പറയുന്നത് കുറേയൊക്കെ സൈക്കോളജിക്കലി ആണ് കേട്ടോ. അപ്പോൾ സൈക്കോളജിക്കലി ഇംബാലൻസ് ഉള്ള ആളുകളെയാണ് കൂടുതൽ ഇത് എഫക്റ്റ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ നമ്മുടെ ഭക്ഷണക്രമങ്ങൾ കൊണ്ടും അതുപോലെ നമ്മുടെ ജീവിതചര്യകൾ കൊണ്ടും ഒക്കെ നമുക്ക് നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും ഒക്കെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു ഫലം. ഇപ്പോൾ അതുമാത്രമല്ല, ഈ ഗുരുവായൂർ ഏകാദശി ദിവസം ഇപ്പം നമുക്കറിയാം, ഒരു ഏകാദശിക്കാണ് ഗുരുവും വായുവും ചേർന്നിട്ട് ഗുരുവായൂരപ്പനെ അവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. അതുപോലെ ഗുരുവായൂർ കേശവൻ മോക്ഷം ലഭിച്ചിരിക്കുന്നത് ഒരു ഏകാദശി ദിവസമാണ്. അപ്പോൾ ഏകാദശി ദിവസങ്ങളിൽ ഒത്തിരി പ്രത്യേകതകളുള്ള ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്.
നാരായണീയം രചിച്ചത് മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് നാരായണീയം സമർപ്പിച്ചത് ഒരു ഏകാദശിക്കാണ്. അതുപോലെ ഭഗവാൻ ഭഗവത്ഗീത ഉപദേശിച്ചത്, അർജുനന് ഉപദേശിച്ചത് ഒരു ഏകാദശി ദിവസമാണ്. അപ്പോൾ ഒത്തിരി പ്രത്യേകതകളുള്ള ഒരു ദിവസമാണ് ഏകാദശി. ഈ സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മളൊരുപാട് കഥകൾ ഏകാദശിയുമായിട്ട് ബന്ധപ്പെട്ട് കേട്ടിട്ടുണ്ട്. ഇപ്പം അംബരീക്ഷ ചരിതം നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അതായത് അംബരീക്ഷൻ എന്ന മഹാരാജാവ്, അദ്ദേഹം വളരെ ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഒരു രാജാവാണ്. അതായത് പ്രജകൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരാളെന്ന് മാത്രമല്ല, വലിയൊരു ഭക്തനായിരുന്നു അദ്ദേഹം എല്ലാ ഏകാദശികളും എടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഈ ഏകാദശി എടുത്തത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരുപാട് പുണ്യം ആർജിക്കാൻ സാധിച്ചു. ഇന്ദ്രപദവി പോലും ലഭിക്കാൻ പ്രാപ്തമായിട്ടുള്ള അത്രയും പുണ്യം അദ്ദേഹം ആർജിച്ചു കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ദ്രൻ എന്ത് ചെയ്തു? ദുർവാസാവ് മഹർഷിയെ പറഞ്ഞു വിടാണ് അദ്ദേഹത്തിൻ്റെ ഏകാദശി വ്രതം മുടക്കാനായിട്ട്. അങ്ങനെ ദുർവാസാവ് മഹർഷി പാരണ വിടുന്ന സമയത്താണ് വരുന്നത്. പാരണ വിടുക എന്ന് വെച്ചാൽ ഏകാദശി വ്രതം അനുഷ്ഠിച്ച് അടുത്ത ദിവസം ദ്വാദശി നാളിലാണ് നമ്മൾ പാരണ വിടുന്നത്. ആ പാരണ വിടുന്നതിനൊരു സമയമുണ്ട്. ആ സമയത്ത് നമ്മൾ പാരണ വീടിക്കഴിഞ്ഞാൽ ആ സമയത്തിനുള്ളിൽ തന്നെ നമ്മൾ പാരണ വിടണം, അല്ലെങ്കിൽ നരകമാണ് ലഭിക്കുക എന്ന് പറയാം. അപ്പോൾ പാരണ വീടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. നമുക്ക് മോക്ഷം ലഭിക്കും, സ്വർഗം ലഭിക്കും. അതുപോലെ ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ആഗ്രഹങ്ങളാണ് വേണ്ടതെങ്കിൽ, അതായത് ഉന്നതമായിട്ടുള്ള സ്ഥാനമാനങ്ങളാണ് വേണ്ടതെങ്കിൽ അതുപോലെ നല്ല സന്താനങ്ങളെ ലഭിക്കും. അങ്ങനെ എന്താണോ നമുക്ക് വേണ്ടത്, നമ്മൾ ആഗ്രഹിക്കുന്നത്, അതെല്ലാം നേടിത്തരുന്ന ഒന്നാണ് ഏകാദശി. അപ്പോൾ അംബരീക്ഷ ചരിത്രത്തിലേക്ക് വരികയാണെങ്കിൽ, ദുർവാസാവ് മഹർഷി പാരണ വീടുന്നതിനായിട്ട് രാജാവിനോട് പറയാണ്, ഒന്ന് സ്നാനം ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പോവാണ്. അംബരീക്ഷ മഹാരാജാവ് കാത്തു നിൽക്കുകയാണ്. പക്ഷേ പാരണ വീടേണ്ട സമയം കഴിയാറായിട്ടും മഹർഷി വരാതായപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം പാരണ വീടി. അപ്പോൾ ആ സമയത്ത് ദുർവാസാവ് മഹർഷി വരികയാണ്. അപ്പോൾ അദ്ദേഹം ഭഗവാനോട് പ്രാർത്ഥിച്ചിട്ടാണ്, അതായത് ഒരു അതിഥിയാണല്ലോ ദുർവാസാവ് മഹർഷി, അപ്പോൾ അദ്ദേഹത്തിനെ കാത്തു നിൽക്കാതെ ആ പാരണ വീടേണ്ടി വന്നല്ലോ. അപ്പോൾ അത് ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് അദ്ദേഹം ചെയ്യാണ്. ആ സമയത്ത് ദുർവാസാവ് മഹർഷി വരികയും അദ്ദേഹത്തിനെ ശപിക്കാനായിട്ട് പോകണം. അപ്പോൾ അദ്ദേഹം അംബരീക്ഷ രാജാവ് അദ്ദേഹത്തിനോട് അപേക്ഷിക്കുകയാണ്, പാരണ വിടേണ്ട സമയം കഴിയാറായതിനാലാണ് അത് ചെയ്തത് എന്ന് പറഞ്ഞിട്ടും അദ്ദേഹം അത് മനസ്സിലാക്കാനായിട്ട് അംഗീകരിക്കാനോ കൂട്ടാക്കുന്നില്ല. അപ്പോൾ എന്ത് സംഭവിക്കും? അപ്പോൾ നമ്മൾ ഭക്തരുടെ ചുറ്റിലും എപ്പോഴും ഭഗവാന്റെ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ എന്താ സംഭവിച്ചത്? ഭഗവാന്റെ സുദർശനം ഈ മഹർഷിയെ ഫോളോ ചെയ്യാണ്. അതായത് സ്വന്തം ഭക്തനെ ശപിക്കാനായിട്ട് തുനിഞ്ഞ ഈ മഹർഷിയെ സുദർശനം ഫോളോ ചെയ്യണം. അപ്പോൾ ഇദ്ദേഹം ഭയന്നിട്ട് ബ്രഹ്മലോകത്തേക്കും അതുപോലെ മഹാദേവൻ്റെ അരികിലേക്കൊക്കെ ഓടിച്ചെല്ലുന്നുണ്ട്. പക്ഷെ അവർ പറഞ്ഞു, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല, അപ്പോൾ വിഷ്ണു ലോകത്തിലേക്ക് തന്നെ പൊക്കോളൂ, നാരായണൻ്റെ അടുത്തേക്ക് പൊക്കോളൂ എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹത്തെ വിഷ്ണു ലോകത്തിലേക്ക് പറഞ്ഞയക്കുകയാണ്. അവിടെ ചെന്നപ്പോൾ ഭഗവാൻ പറയുന്നത് എന്താ? എൻ്റെ കയ്യിലുള്ള ആയുധങ്ങളായാലും എല്ലാം എൻ്റെ ഭക്തന് സ്വന്തമാണ്. അങ്ങ് അംബരീക്ഷ രാജാവിനോട് പോയിട്ട് അപേക്ഷിക്കൂ, അദ്ദേഹത്തിന് മാത്രമേ അങ്ങേ രക്ഷിക്കാൻ സാധിക്കൂ. അപ്പോൾ എത്ര കാരുണ്യവാനാണ് ഭഗവാൻ അല്ലേ? അദ്ദേഹത്തിൻ്റെ ഭക്തർക്ക് വേണ്ടിയിട്ട് എന്തിനും ഭഗവാൻ കൂടെയുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ഈ മഹർഷി ഓടിച്ചെന്ന് അംബരീക്ഷ മഹാരാജാവിൻ്റെ കാൽക്കൽ വീഴാണ്, രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, എനിക്കിതിനുള്ള കഴിവൊന്നുമില്ല, ഇതൊക്കെ ഭഗവാനല്ലേ എല്ലാം ചെയ്യുന്നത്, എനിക്ക് എന്താ കഴിവുള്ളതെന്ന് ചോദിക്കുമ്പോൾ, അങ്ങനെയല്ല, അങ്ങ് ക്ഷമിച്ചു എന്ന് പറഞ്ഞാൽ മാത്രമേ എന്നെ സുദർശനം പിടിവിടുള്ളൂ എന്ന് പറയുമ്പോൾ അംബരീക്ഷ മഹാരാജാവ് ക്ഷമിക്കുകയാണ്. അപ്പോൾ അതോടുകൂടിയിട്ട് ഇദ്ദേഹം രക്ഷപ്പെടുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു ചരിത്രം അല്ലെങ്കിൽ അങ്ങനെ ഒരു കഥ കൂടിയുണ്ട് ഇതിനോടനുബന്ധിച്ചിട്ട്. അപ്പോൾ ഇത് വളരെ പ്രശസ്തമായിട്ടുള്ള കഥയാണ്. ഒരുപാട് യൂട്യൂബ് ചാനലിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഏകാദശി കൊണ്ട് നമുക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ. അപ്പോൾ ഈ ഏകാദശി നാളുകളിൽ ഓരോ ഏകാദശിയോടനുബന്ധിച്ചിട്ടുള്ള കഥകൾ കേൾക്കുന്നത് പോലും പുണ്യമാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഏകാദശി അനുഷ്ഠിച്ചത് കൊണ്ട് മാത്രമാണ്, അതായത് അത്രയും പുണ്യമാണ് നമ്മൾ ആർജിക്കുന്നത്. ഏകാദശി അനുഷ്ഠിക്കുന്നത് വഴി ഒരുപാട് പുണ്യമാണ് നേടുന്നത്. അപ്പം അതിലൂടെ അംബരീക്ഷ മഹാരാജാവ് ദുർവാസാവ് മഹർഷിയുടെ കോപത്തിൽ നിന്നും രക്ഷപ്പെട്ടു. ഭഗവാനെ പൂജിച്ച് കിട്ടുന്ന ശംഖതീർത്ഥം സേവിച്ചാൽ, അല്ലെങ്കിൽ അത് സ്പർശിച്ചാൽ എത്ര വലിയ പുണ്യമാണത്! ഭഗവാനെ സേവിച്ചിട്ട് കിട്ടുന്ന ശംഖതീർത്ഥമാണ് അല്ലേ? അപ്പം അത് ഏകാദശി അനുഷ്ഠിക്കുന്നതിൻ്റെ 16% പോലും വരില്ല എന്നാണ് പറയുന്നത്. അത്രയേറെ പുണ്യമാണ് ഏകാദശി അനുഷ്ഠിച്ചാൽ എന്നാണ് പറയുന്നത്. അതുപോലെ കാശിയിലെ കേദാർഘട്ടിൽ അവിടെയുള്ള അവിടെ ആ ജലം,
അത് സ്പർശിക്കുകയോ സേവിക്കുകയോ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പുണ്യം അതിനോട് തുല്യമാണ് ഏകാദശി എടുത്താൽ നമുക്ക് കിട്ടുന്നത് എന്നാണ് പറയുക. പക്ഷേ ഇതിനേക്കാൾ എല്ലാം പ്രധാനം എന്താണ്? ഈ പുണ്യത്തിന് വേണ്ടിയിട്ടോ ഈ ഫലപ്രാപ്തിക്കോ വേണ്ടിയിട്ടോ നമ്മൾ ഒരിക്കലും ഏകാദശി നോൽക്കരുത്. നമ്മുടെ ഏറ്റവും പരമമായിട്ടുള്ള ലക്ഷ്യം എന്തായിരിക്കണം? ഭഗവാനെ നേടുക എന്നുള്ളതായിരിക്കണം. ഭഗവാനെ നേടുക എന്ന് പറഞ്ഞാൽ മോക്ഷം കിട്ടുക എന്നാണ് അർത്ഥം. എന്ന് വെച്ചാൽ നമ്മൾ ഭൂമിയിൽ നിന്ന് അത് മരിച്ചു പോയിട്ട് കിട്ടുന്ന ഒന്നാണ് മോക്ഷം എന്ന് ധരിക്കരുത്. ഒരിക്കലും അതല്ല മോക്ഷം. മോഹത്തിൻ്റെ ക്ഷയമാണ് മോക്ഷം. അതായത് നമ്മൾ എപ്പോഴും ഒരു ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങളുടെ പിന്നാലെ ഓടുമ്പോൾ എന്താ സത്യത്തിൽ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഭഗവാനെ മറക്കുകയാണ്. അപ്പോൾ എന്ന് കരുതി നമുക്ക് ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾ വേണ്ട എന്നല്ല അർത്ഥം. പക്ഷെ എല്ലാറ്റിലും നമ്മൾ ഒരു സമചിത്തതയോട് കൂടിയിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കണം. ഭഗവാന്റെ ഭക്തർക്ക് ഏറ്റവും കൂടുതൽ വേണ്ടതും അത് തന്നെയാണ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ നമുക്ക് ഏകാദശി നോൽക്കുന്നത് വഴി ലഭിക്കുന്നുണ്ട്. ഏകാദശി എന്നാൽ ഭക്ഷണത്തിൻ്റെ നിയന്ത്രണം മാത്രമല്ല. ഈ ഭക്ഷണം എന്ന് പറയുന്നത് എന്താണ്? ശരീരത്തിലേക്ക് കൊടുക്കുന്ന ആ വസ്തുക്കൾ മാത്രമല്ല ഭക്ഷണം. കണ്ണിനെ സംബന്ധിച്ചിടത്തോളം കാണുന്നതെല്ലാം ഭക്ഷണമാണ്. ചെവിയെ സംബന്ധിച്ചിടത്തോളം കേൾക്കുന്നതെല്ലാം ഭക്ഷണമാണ്. അപ്പം നമ്മുടെ നാവിനെ സംബന്ധിച്ചിടത്തോളം പറയുന്നതെല്ലാം ഭക്ഷണമാണ്. അപ്പം അതേപോലെ നമ്മൾ കാണുന്നതും കേൾക്കുന്നതും അറിയുന്നതും പറയുന്നതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ശുദ്ധി ഉണ്ടാവണം. അപ്പോൾ സാത്വികമായിട്ടുള്ള ഭക്ഷണത്തിന് നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും എല്ലാം നിയന്ത്രിക്കാനായിട്ടുള്ള കഴിവുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ 3 ദിവസം ഒരു നിഷ്ഠ വയ്ക്കണം എന്ന് പറയുന്നത്. ഭക്ഷണത്തിൻ്റെ ക്രമത്തിലാണെങ്കിലും അതുപോലെ സാത്വികമായിട്ടുള്ള ഭക്ഷണം കഴിക്കുക, ഒരു നേരം അരിയാഹാരം കഴിക്കുക എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് ആ ഒരു നിഷ്ഠ ഉണ്ടായാൽ മാത്രമാണ് അത് നമ്മുടെ ബുദ്ധിയെയും മനസ്സിനെയൊക്കെ സ്വാധീനിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഭക്ഷണ കാര്യത്തിൽ ഒരു നിയന്ത്രണം വയ്ക്കാനായിട്ട് പറയുന്നത്. അതുമാത്രമല്ല, വിശപ്പ് എന്താണെന്ന് അറിയാത്ത ഒരുപാട് പേരുണ്ട് നമുക്കിടയിൽ ഇല്ലേ? പക്ഷെ എത്രയോ പേര് ഒരു നേരത്തെ ഭക്ഷണം കിട്ടാൻ വകയില്ലാതെ ജീവിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ വിശപ്പിനെ അറിയാനായിട്ട് നമുക്ക് സാധിക്കും. പിന്നെ അത് മാത്രമല്ല, നമ്മളെ ശുദ്ധീകരിക്കാനായിട്ട് ഉപവസിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് എന്താ? സത്യത്തിൽ നമുക്കുണ്ടാവുന്ന രോഗങ്ങളിൽ ഒരു 90% നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, അതിൽ നിന്നാണ് നമുക്ക് അസുഖങ്ങൾ ഉണ്ടാകുന്നത്. ഒരു 80-90% അസുഖങ്ങളും ഭക്ഷണത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഭക്ഷണത്തിൽ നിന്നുണ്ടാവുകയെന്ന് പറഞ്ഞാൽ ഭക്ഷണം ശരിയാവണ്ണം ദഹിക്കാതിരിക്കുക, പ്രോപ്പറായിട്ട് കഴിക്കാതിരിക്കുക, സമയാസമയങ്ങളിൽ കഴിക്കാതിരിക്കുക, അതുപോലെ കഴിക്കുന്ന ഭക്ഷണം ഏതാണോ അതിനൊക്കെ ആശ്രയിച്ചിരിക്കും. അപ്പോൾ അതിൽ നിന്നൊക്കെയാണ് ഈവൻ ക്യാൻസർ പോലും അങ്ങനെ സംഭവിക്കുന്നു എന്നാണ് പറയണത്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് ഒരു മോചനമാണ് കിട്ടുന്നത്. പിന്നെ അത് മാത്രമല്ല, ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, ഞാൻ മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറേയൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് നോക്കുന്നത്. അതുപോലെ കഠിന ദുഃഖങ്ങളെ തീർക്കും. കാമികൾക്ക് കാമം ലഭിക്കും. കാമികൾ എന്ന് വെച്ചാൽ നമുക്ക് ഭൗതികമായിട്ടുള്ള പല കാര്യങ്ങളിലും ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കുള്ളൂ. അതാണ് കാമികൾ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവർക്ക് കാമപ്രാപ്തി ഉണ്ടായിരിക്കും. അവരാഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടാൻ സാധിക്കും. അതുപോലെ മുമുക്ഷുക്കൾക്ക് മുക്തി ഉണ്ടായിരിക്കും. മുമുക്ഷുക്കൾ എന്ന് പറഞ്ഞാൽ മോക്ഷം ആഗ്രഹിക്കുന്നവർ, അവർക്ക് മുക്തി ലഭിക്കും. ഇനി ജ്ഞാനികളാണെങ്കിലോ അവർക്ക് ജ്ഞാനം ലഭിക്കും. അപ്പം നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതാണ് നമുക്ക് ലഭിക്കുന്നത്. അതാണ് നമുക്ക് ഭഗവാൻ തരുന്നത്. അപ്പോൾ എന്താഗ്രഹിച്ചാലും നമുക്കത് നേടണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചൊക്കെ നമ്മളൊരു സാക്രിഫൈസിങ് മെൻറ്റാലിറ്റി ഉണ്ടായിരിക്കണം അല്ലേ? അപ്പോൾ ഇതൊരു സാക്രിഫൈസാണ്. ഒരു തരത്തിലുള്ള, അതായത് നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണത്തിനെ നമ്മൾ മാറ്റി നിർത്തുകയാണ്. അതുപോലെ നമ്മൾ കുറേ സമയം ഭഗവാന് വേണ്ടിയിട്ട് സമർപ്പിക്കുകയാണ്, നമ്മുടെ സമയം നീക്കി വെക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഒരു തരത്തിലുള്ള സാക്രിഫൈസാണ്, ഒരു ത്യാഗ മനോഭാവമാണ്. അപ്പോൾ ഇതെല്ലാം നമ്മളെ ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തും എന്നാണ് ഭഗവാൻ പറയണത്. വില്വമംഗലം സ്വാമിയാരുടെ ഒരു കഥ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അതായത് വില്വമംഗലം സ്വാമിയാർ ഭഗവാനെ പൂജിച്ചിട്ട് ഇറങ്ങുമ്പോൾ പലരും വന്നിട്ട് അദ്ദേഹത്തെ നമസ്കരിക്കുകയാണ്, തൊട്ട് നമസ്കരിക്കുകയാണ്. അപ്പോൾ അശുദ്ധമായത് കാരണം അദ്ദേഹം പോയിട്ട് കുളിക്കുകയാണ്. തിരിച്ചു വരുമ്പോൾ വീണ്ടും ആരെങ്കിലുമൊക്കെ വന്നിട്ട് തൊട്ട് നമസ്കരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പലതവണ പോയിട്ട് മുങ്ങി കുളിച്ച് വരേണ്ട അവസ്ഥയാണ്. അപ്പോൾ അദ്ദേഹം ചിന്തിക്കുകയാണ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇത് പതിവില്ലല്ലോ, എന്താ ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് അദ്ദേഹം സ്വയം ചിന്തിക്കുകയാണ്. അപ്പോൾ ഭഗവാൻ അദ്ദേഹത്തിന് നിർദ്ദേശം കൊടുക്കുകയാണ്, വില്വമംഗലം ചുറ്റും ഒന്ന് നോക്കൂ, എന്താ കാണുന്നത്? അപ്പോൾ വില്വമംഗലം നോക്കുമ്പോൾ എല്ലാവരും ചതുർബാഹുക്കളായിട്ടുള്ള ഭഗവാനെയാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് അന്നേ ദിവസം അവിടെ വന്നിട്ടുള്ള എല്ലാവരും വിഷ്ണു സ്വരൂപത്തിലാണ് കാണുന്നത്. അപ്പോൾ അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ഗുരുവായൂർ ഏകാദശിയുടെ ദിവസം അതായത് എല്ലാവരും ഗുരുവായൂർ അമ്പലത്തിലേക്ക് എല്ലാവരും വരിക. അവിടെ വരുന്നവരെല്ലാവരും, അവിടെ ഒരു കൃഷ്ണ സാന്നിധ്യമുണ്ട്, ഭഗവാന്റെ സാന്നിധ്യമുണ്ട്. അതെല്ലാ ദിവസവും ഉണ്ട്, എല്ലായ്പ്പോഴും ഉണ്ട്. പക്ഷെ അന്നേ ദിവസം വില്വമംഗലത്തിന് ഫീൽ ചെയ്തത് എന്താണ്? എല്ലാവരും ഭഗവാനായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശുദ്ധമോ അശുദ്ധമോ ഒന്നുമില്ല.
അപ്പോൾ അദ്ദേഹത്തിന് അത് തിരിച്ചറിവ് കൊടുക്കുകയാണ് ഭഗവാൻ. അതുപോലെ അത് മറ്റൊരു ഇത് കേട്ടിട്ടുണ്ടായിരിക്കും, ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ ശബ്ദം പോയിട്ട് അത് തിരിച്ചു കിട്ടിയതിനെ കുറിച്ചിട്ട്, അതൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ, പലരും കേട്ടിട്ടുണ്ടായിരിക്കും. അതായത് എല്ലാ ഏകാദശി സമയങ്ങളിലും ഇദ്ദേഹം ഇവിടെ സംഗീതാർച്ചന നടത്താറുള്ളതാണ്. ഒരു തവണ അദ്ദേഹം മറക്കുകയാണ്, മറ്റെവിടെയോ സംഗീതാർച്ചനയ്ക്കായിട്ട് അദ്ദേഹം പോവുകയും ഗുരുവായൂർ എത്തിപ്പെടാതിരിക്കുകയും ചെയ്യുന്നത് വഴി അദ്ദേഹത്തിന് അവിടെ അത് ചെയ്യാൻ സാധിച്ചില്ല. അദ്ദേഹത്തിന് പാടാനായിട്ട് സാധിച്ചില്ല, അദ്ദേഹത്തിൻ്റെ ശബ്ദം നഷ്ടപ്പെട്ടു. അങ്ങനെ ഗുരുവായൂർ വന്ന് ഭജന ഇരുന്നിട്ടാണ് അദ്ദേഹത്തിന് ശബ്ദം തിരിച്ചു കിട്ടിയതെന്നൊരു കഥയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഭഗവാനായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് അല്ലേ. അപ്പോൾ നമ്മൾ വിശിഷ്യ മനസ്സ് സമർപ്പിച്ചുകൊണ്ട് ഭക്തിയിലൂടെ എനിക്കൊന്നും വേണ്ട ഭഗവാനെ, ഭഗവാനെ മതി, ഭഗവാനെ കിട്ടിക്കഴിഞ്ഞാൽ എന്താ, ഭഗവാനെ കിട്ടിയാലേ എല്ലാം ലഭിച്ചു നമുക്ക്. ഇഹലോകത്തിലാണെങ്കിലും പരലോകത്തിലാണെങ്കിലും നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ ഭൗതികമായതോ ആധ്യാത്മികമായിട്ടുള്ളതോ ആയ എല്ലാം നേടാനായിട്ട് ഭഗവാനെ ലഭിച്ചാൽ നമുക്ക് സാധ്യമാണ് അല്ലേ. അപ്പോൾ അതിന് ഏകാദശി വ്രതം ഒരുപാട് നമ്മളെ സഹായിക്കുന്നുണ്ട്. ഏകാദശിയോടനുബന്ധിച്ചിട്ട് 30 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഉത്സവ പ്രതീതിയാണ് ഗുരുവായൂരുള്ളത്. അതായത് ഓരോ ദിവസവും ഓരോ വിളക്കുകൾ, ഓരോരുത്തരും സമർപ്പിക്കുന്ന വിളക്കുകളെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ. അതായത് പോലീസുകാരുടെ വിളക്കുണ്ട്, പിന്നെ SBIയുടെ ബാങ്കിൻ്റെ വിളക്കുണ്ട്, പിന്നെ അതുപോലെ പാരമ്പര്യമായിട്ടുള്ള ഓരോ കുടുംബക്കാരുടെയും വിളക്കുകളുണ്ട്, കോടതി വിളക്ക്, ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ആ 4 ദിവസത്തെ അഷ്ടമി തൊട്ടുള്ള വിളക്കാണ്. അഷ്ടമി ദിവസമാണ് ഭഗവാനെ സ്വർണ്ണക്കോലത്തിൽ എഴുന്നള്ളിക്കുന്നത്. അഷ്ടമി മുതലാണ് സ്വർണ്ണക്കോലത്തിൽ ഭഗവാനെ എഴുന്നള്ളിക്കുന്നത്. പിന്നെ ഏകാദശി ദിവസത്തെ പ്രധാനപ്പെട്ട പൂജകളും കാര്യങ്ങളും അതൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കണം. ഈ സമയങ്ങളിൽ പഞ്ചഗവ്യാഭിഷേകം ഉണ്ട്. പഞ്ചഗവ്യാഭിഷേകം എന്ന് പറയുന്നത് നമ്മൾ മക്കൾക്കൊക്കെ അത് അവൈലബിൾ ആണ്, അവിടെ ചോദിച്ചാൽ കിട്ടും. അപ്പോൾ ഈ പഞ്ചഗവ്യാഭിഷേകം ഒക്കെ നടത്തിയിട്ടുള്ള പഞ്ചഗവ്യം സേവിക്കുന്നത് വഴി നമുക്ക് പല രോഗദുരിതങ്ങളും മാറിക്കിട്ടും എന്നാണ് പറയണത്. പിന്നെ അറിയാലോ, പാലഭിഷേകം, നവകാഭിഷേകം, അതൊക്കെ പ്രത്യേകത തന്നെയാണ്. അതുമാത്രമല്ല, ഏകാദശിക്ക് നട അടയ്ക്കുന്നില്ല. ഏകാദശിയുടെ അന്ന് നട അടയ്ക്കില്ല. പിറ്റേ ദിവസം ദ്വാദശി നാളിൽ 9 മണിക്ക് നട അടയ്ക്കും. അപ്പോൾ ദ്വാദശി പണസമർപ്പണം ഉണ്ട്. അതുപോലെ ദ്വാദശിയുടെ അന്ന് രാവിലെ സദ്യ ഉണ്ട്, ദ്വാദശി സദ്യ ഉണ്ട്. അതിനടുത്ത ദിവസം ത്രയോദശി സദ്യ ഉണ്ട്. അപ്പോൾ അതൊക്കെ വിശേഷമാണ്. അപ്പോൾ കഴിയാവുന്നിടത്തോളം എല്ലാവരും ക്ഷേത്രത്തിലേക്ക് പോവുക, ഭഗവാന്റെ ഈ ഏകാദശി അനുഷ്ഠിക്കുക. അതിനോടനുബന്ധിച്ചിട്ട് കിട്ടുന്ന എല്ലാ പുണ്യങ്ങളും നേടുക. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കട്ടെ. അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഏറ്റവും നല്ല മനസ്സുണ്ടായിരിക്കുക എന്നുള്ളതാണ് പ്രധാനം. എല്ലാറ്റിനെയും അംഗീകരിക്കാനും ഉൾക്കൊള്ളാനും ഒരു നിർമ്മലമായിട്ടുള്ള മനസ്സുണ്ടായിരിക്കണം നമുക്ക്. ആ നിർമ്മലമായിട്ടുള്ള മനസ്സിൽ മാത്രമാണ് ഭഗവാൻ വസിക്കുക. ഭഗവാൻ വസിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഏകാദശി നോൽക്കാനും നല്ല കാര്യങ്ങൾ കേൾക്കാനും ഒക്കെ തോന്നുള്ളൂ. അപ്പോൾ അതിനുള്ളൊരു ഭാഗ്യം എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഭഗവാന്റെ കാര്യങ്ങൾ കൂടുതൽ പറയാനായിട്ടുള്ള ഭാഗ്യം എനിക്കും ഉണ്ടാവട്ടെ. ഈ പറഞ്ഞ എല്ലാം ഭഗവാന്റെ സമർപ്പിക്കുകയാണ്. ഇത് എനിക്ക് മുഴുവനായിട്ട് അറിയാവുന്ന കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. എല്ലാം ഓരോരുത്തരും, ഓരോ ആചാര്യന്മാരും പലരും പറഞ്ഞ് കേട്ടിട്ടുള്ള അനുഭവത്തിൽ നിന്നൊക്കെയാണ്, അത് കേട്ടതിൽ നിന്നൊക്കെയാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇത് എല്ലാവരിലേക്കും സമർപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞ ഓരോ വാക്കും എല്ലാം ഭഗവാനിൽ സമർപ്പിക്കുകയാണ്. സർവം ശ്രീകൃഷ്ണ അർപ്പണമസ്തു. താങ്ക് യു.